കൊച്ചി കോർപ്പറേഷൻ മേയറായി വി.കെ. മിനിമോളിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ രാഷ്ട്രീയ ചർച്ചകൾ കൊഴുക്കുന്നു. മിനിമോൾക്ക് എതിരെയുള്ള പഴയ വിജിലൻസ് കേസ് ഒരു വിഭാഗം ആയുധമാക്കുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസ് സമ്മിശ്ര പ്രതികരണവുമായി രംഗത്തെത്തി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുള്ള ക്രിമിനൽ കേസ് ഉയർത്തിക്കാണിച്ചാണ് മിനിമോൾക്കെതിരെ വിമർശനം ഉയരുന്നത്. പാലാരിവട്ടം പെരിങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. റോഡ് പണികൾക്കായി കോർപ്പറേഷനിൽ കെട്ടിവയ്ക്കണമെന്ന് പറഞ്ഞ് അസോസിയേഷന്റെ അക്കൗണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ മിനിമോൾ കൈപ്പറ്റിയെന്നും എന്നാൽ ഈ തുക കോർപ്പറേഷനിൽ അടയ്ക്കാതെ തട്ടിയെടുത്തു എന്നാണ് പരാതി. അസോസിയേഷൻ സെക്രട്ടറി ബി അജയനാണ് കോടതിയിൽ ഹർജി നൽകിയത്. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ വിചാരണ വേഗത്തിലാവുകയോ ചെയ്താൽ അത് ഭരണസമിതിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയം UDF കേന്ദ്രത്തിലുണ്ട്. സീനിയർ നേതാവായ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞ് മിനിമോളെ മേയറാക്കിയതിലുള്ള അതൃപ്തി നിലനിൽക്കെ വിജിലൻസ് കേസ് കൂടി ഉയർന്നുവരുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി തലവേദനയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മിനിമോളെ അനുകൂലിക്കുന്നവരുടെ വാദം. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതിൽ തനിക്ക് പരിഭവമില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി. മേയർ ആക്കാത്തതിൽ പ്രതിഷേധിച്ച് താൻ KPCCക്ക് പരാതി നൽകിയിട്ടില്ല. പാർട്ടി വലിയ ഉത്തരവാദിത്തമാണ് തന്നെ ഏൽപ്പിച്ചത്, ദീപ്തി പറഞ്ഞു. എന്നാൽ പാർട്ടിയുടെ തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വമാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. ദീപ്തി പറഞ്ഞത് ഇങ്ങനെയാണ്: സർക്കുലറിൽ എന്തൊക്കെയാണ് പാലിച്ചതെന്നും ഏതാണ് പാലിക്കപ്പെടാത്തതെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ KPCCക്ക് അറിയാമല്ലോ. ഗ്രൂപ്പ് ഇടപെടലുണ്ടായോ എന്ന് നോക്കിയിട്ടേ പറയാനാകൂ. ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നെ ആരും അവഗണിച്ചിട്ടില്ല. എന്നെ പാർട്ടി വലിയ ഉത്തരവാദിത്തമാണ് നൽകിയത്. കൊച്ചി നഗരസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏറ്റെടുത്ത് VD സതീശൻ വന്ന ദിവസം തന്നെ തന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. പുതിയതായി മത്സരിക്കാൻ വരുന്നവർക്ക് എല്ലാ പിന്തുണയും ഞാൻ നൽകിയിട്ടുണ്ട്, ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. താൻ ഇരിക്കുന്നത് പാർട്ടിയുടെ ഉന്നത സമിതിയിലാണ്. ഇപ്പോൾ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കീഴിൽ ഇരിക്കേണ്ടി വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അവരൊക്കെ സഹപ്രവർത്തകരാണെന്നും ദീപ്തി പറഞ്ഞു. പാർട്ടി പ്രവർത്തകരിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. അതാണ് തന്റെ ശക്തി. ആ പിന്തുണ പാർട്ടിക്ക് ലഭിക്കുന്നതാണ്. ദീപ്തിക്കെന്ന് വ്യക്തിക്കല്ല. മേയറാകുന്നതോ പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നതോ ഒന്നുമല്ല വലിയ കാര്യം. പാർട്ടി പ്രവർത്തകയെന്ന നിലയിൽ അതിശക്തമായി മുന്നോട്ടു പോകും. ആരോടും പരിഭവമില്ല. നിലവിലെ പ്രഖ്യാപനത്തിൽ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വം ആലോചിക്കട്ടെ, അത്രമാത്രമേ പറയാൻ കഴിയൂ. തെറ്റുകൾ എപ്പോഴും നമ്മൾ തിരുത്തണം. പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടിയാലോചിച്ച് വേണം തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വിശകലനം ചെയ്യാൻ, ദീപ്തി പറഞ്ഞു. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പമാണ് താൻ നിലകൊള്ളുന്നത്. അതിൽ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട സ്ഥലത്ത് ചൂണ്ടിക്കാണിക്കും. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നഗരസഭ LDFൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അത് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ദീപ്തി പറഞ്ഞു.